ഹായ് ഫ്രണ്ട്സ്, നാളെ കോഴിക്കോട്ടെ ശനിയാഴ്ചയാണ്. നമുക്ക് ഇന്ന് കോഴിക്കോട്ടെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഞാനിത് ഒരു ഫുൾ തേങ്ങയും ഒരര മുറി തേങ്ങയും കൂടെ ചെറുകെ എടുത്തതാണിത്. ഇത് 1.5 സ്പൂൺ ചെറുജീരകം, ഇത് 1 കിലോ ശർക്കര മേടിച്ച് ഞാൻ പാനിയാക്കി അരിച്ചെടുത്തതാണ്. ഇത് പാനിയാക്കി അരിച്ചെടുത്തില്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒത്തിരി കരടുണ്ടാവും. അങ്ങനെ ഞാൻ അരിച്ചെടുത്ത പാനിയാണിത്. ഇനി നമുക്ക് ആദ്യം ഈ തേങ്ങ നമുക്ക് വരട്ടിയെടുക്കാം. അപ്പൊ നമുക്ക് ഞാനൊരു ചീനിച്ചട്ടി അടപ്പത്ത് വെച്ചു. അപ്പൊ അതിനകത്തേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറുജീരകം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഏലക്കായും പൊടിച്ച് ചേർക്കാം കേട്ടോ. എനിക്ക് ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇതിനകത്ത് ചെറുജീരകമാണ് ഇട്ടേക്കണേ. ഇനി നമുക്ക് ഈ ശർക്കരപ്പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരത്തിന് ആവശ്യമനുസരിച്ച് മാത്രം ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഉരുക്കിയെടുത്ത ശർക്കര കൂടുതലാണ് ഉരുക്കിയെടുത്തേക്കണേ. അത് മൊത്തം ഇതിനകത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മധുരം ഓവറായി പോകും. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം. അമ്മ അങ്ങനെ നമ്മുടെ കോഴിക്കോട്ടയ്ക്ക് അകത്ത് വെക്കാനുള്ള തേങ്ങ വരട്ടിയെടുത്തു. ഇത് കണ്ടോ, ഈ പരുവത്തില് നമ്മൾ ശരിക്കും ഇത് വെന്ത് വരട്ടിയെടുത്തതാണ്. ഇനി നമുക്ക് മാവ് റെഡിയാക്കാം. ഇത് കോഴിക്കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അപ്പത്തിന്റെ പൊടിയാണ്, വറുത്ത അപ്പത്തിന്റെ പൊടി, തീരെ നൈസ് പൗഡറാണ് ഇത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് അരിപ്പൊടിക്കാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് 1 ഗ്ലാസ് പൊടി. ഇനി നമുക്ക് വെള്ളം അടപ്പത്ത് വയ്ക്കാം. അപ്പൊ നമ്മള് ഉരുളി അടപ്പത്ത് വെച്ചു. ആ ഉരുളിക്കകത്തേക്ക് ആ അരിപ്പൊടി അളന്നെടുത്ത ഗ്ലാസ്സില് 2 ഗ്ലാസ് അരിപ്പൊടിയാണ് നമ്മൾ എടുത്തത്. 1 ഗ്ലാസ് വെള്ളം, 2 ഗ്ലാസ് വെള്ളം, മൂന്ന് ഗ്ലാസ് വെള്ളം നമ്മൾ ഉരുളിക്കകത്ത് ഒഴിച്ചു കൊടുത്തു. ഇനി ഈ വെള്ളം വെട്ടിത്തിളയ്ക്കണം. അപ്പൊ നമ്മുടെ വെള്ളം തിളച്ചു. ആ വെള്ളത്തിനകത്തേക്ക് ഞാൻ ആദ്യം നിങ്ങളോട് പറയാൻ മറന്നു പോയിട്ടോ, ഈ വെള്ളത്തില് പേരിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ആ മാവിന് ഒരല്പം ഉപ്പ് നമുക്ക് ആവശ്യമാണ്. ഇനി 2 ഗ്ലാസ് അരിപ്പൊടി ഞാൻ എടുത്തു വെച്ചത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഈ മാവ് ശരിക്കും വെന്ത് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മളിങ്ങനെ ഇളക്കി കൂട്ടി യോജിപ്പിച്ച് കൃത്യം എടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇത് ആറാൻ വെക്കാം. ഇപ്പൊ നമ്മുടെ മാവ് ഞാനൊരു മുറത്തിലേക്ക് എടുത്തു വെച്ചു പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് ആറിക്കഴിഞ്ഞു. ഇനി നമുക്കിത് കുഴച്ചെടുക്കണം. ഞാനിപ്പോ എൻ്റെ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ട്, അത് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാ. ഇനി നമുക്കിത് ശരിക്കും കുഴച്ചെടുക്കാം.
അപ്പൊ നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ട് ഞാൻ ആ മാവ് കൃത്യം പങ്കിട്ട് ഇത്രച്ചുള്ള ഒരു ബോളാക്കി ഞാൻ വെച്ചു. അതെന്നു വെച്ചാല് ഈക്വൽ ആയിട്ട് ഇതിനകത്ത് ശർക്കരയും തേങ്ങയും ഇടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് നമ്മൾ കൈ പതുക്കെ വെള്ളത്തിലൊന്ന് നനച്ചിട്ട് വേണം നമ്മൾ ഇതിങ്ങനെ കുഴിയാക്കി ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഈ കുഴിക്കകത്തേക്ക് നമ്മൾ വരട്ടി വെച്ചേക്കണ സാധനമില്ലേ, തേങ്ങ, അത് നമുക്ക് നിറച്ചിട്ട് ഫില്ല് ചെയ്യാം. ഇനി ഇതിങ്ങനെ ഫില്ല് ചെയ്ത് ഓരോന്നും ഓരോ ബോളാക്കി നമുക്ക് ഇതിനെ എല്ലാത്തിനെയും എടുക്കാം. അപ്പൊ നമ്മുടെ കോഴിക്കോട്ടെ എല്ലാം ഉരുട്ടി കഴിഞ്ഞു. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിന്റെ തട്ടിൽ വെള്ളം അടപ്പത്ത് വെച്ചു. വെള്ളം ശരിക്കും വെട്ടിത്തിളച്ചു. ഇനി നമ്മൾ ഇത് ഓരോന്നും പെറുക്കി നമുക്ക് ഇതിനകത്തേക്ക് വെച്ചു കൊടുക്കാം. ഇത് ശരിക്കും നമ്മൾ തിളപ്പിച്ച വെള്ളത്തിനകത്ത് കുഴച്ചെടുത്തത് കൊണ്ട് ഈ വെള്ളം തിളച്ച് കഴിഞ്ഞ് നമ്മൾ ഒരു 10 മിനിറ്റ് നേരം മാത്രം ഇത് വേവിച്ചാൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഇത് വേവട്ടെ. അപ്പൊ നമ്മുടെ കോഴിക്കോട്ട ഉണ്ടാക്കി കഴിഞ്ഞു, വെന്ത് കിട്ടി. ഈ കോഴിക്കോട്ട വളരെ സോഫ്റ്റ് ആണ്. ഇത് 2 ദിവസം ഈ കോഴിക്കോട്ട ഇങ്ങനെ പുറത്തിരുന്നാലും ഇത് മരവിച്ചു പോകില്ല. അപ്പോഴെല്ലാം ഇതിന്റെ ഈ പുറന്തൊലി തളുതെളിവൂന്നിരിക്കും. അങ്ങനെ നമ്മൾ കോഴിക്കോട്ട റെഡിയാക്കി. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കോഴിക്കോട്ട ഓരോന്ന് എടുക്കാം. നാളെ നമ്മുടെ കോഴിക്കോട്ട ശനിയാഴ്ചയാണ്. കഴിവതും നിങ്ങൾ പറ്റുന്നവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.